ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. രചന മിച്ചു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അങ്ങനെ ഇവളെ വയറ്റിൽ അവന്റെ കുഞ്ഞുണ്ടെന്നറിഞ്ഞവൻ ആകെ തളർന്നുപോയി ചേട്ടായി, തളർന്നുപോയി. ഏതോ ഒരു മഴയിൽ അറിയാതെ പറ്റിയ ഒരു കയ്യബദ്ധം. അന്ന് ഇവളൊന്ന് ഉറക്കി ഒച്ച വെച്ചിരുന്നെങ്കിൽ, ഉറക്കി ഒന്ന് കരഞ്ഞിരുന്നെങ്കിൽ അവൻ ഉണർന്നേനെ ചേട്ടായി, അവൻ ഉണർന്നേനെ. ഇപ്പോഴും അവനൊരു മടിയും കൂടാതെ ഇവളെയും ഇവളുടെ വയറ്റിൽ കിടക്കുന്ന അവന്റെ കുഞ്ഞിനെയും സ്വീകരിക്കാൻ തയ്യാറാണ് ചേട്ടായി. പക്ഷേ ചേട്ടായിക്കറിയോ, അങ്ങേര് ഒരു അന്യമതസ്ഥനാണ്. ഇവരിത് കൊളാക്കും. എടാ നീ ഇത് മിക്കവാറും ചളവാക്കും തെണ്ടി. ഒന്ന് കരക്ക് അടുപ്പിച്ചെത്തിയതായിരുന്നു. ഞാൻ അവൻ കേൾക്കാൻ പാത്തിന് പറഞ്ഞു. അന്യമതക്കാരനോ? ആ, അന്യമതക്കാരൻ. പേര് ഷാജഹാൻ. ഷാജഹാനോ? പെട്ടെന്ന് കേട്ട പറയാ വായിൽ നിന്ന് വന്നു പോയതാ പുല്ല്. അന്ന് തനിക്കൊരു ഞെട്ടല്. ചോദ്യം വന്നു. ഞാനിനി എന്തോ പറയും? അത് പിന്നെ പെട്ടെന്ന് ഷാജഹാൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇവിടെ എവിടെയും ഉണ്ടെന്ന് കരുതി പോയി, അതാ. ഞാൻ ആദുവിനെ പല്ലടിച്ചു പോയിക്കൊണ്ട് പറഞ്ഞു. അല്ല, അവര് തമ്മിൽ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെന്താ? അങ്ങേരെ എന്നെ നോക്കി അമർത്തി മൂളിക്കൊണ്ട് ആദുവിനോട് ചോദിച്ചു. നിങ്ങൾക്ക് ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ മനുഷ്യ? അത് ചേട്ടായി, ഷാജഹാൻ ഒരു അന്യമതക്കാരനല്ലേ. ഞങ്ങളുടെ വീട്ടിലെ തലമൂത്തൊരു കിളവനുണ്ട്. അങ്ങേര് ഇതിനൊക്കെ എതിരാ. അവനങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ഞാനൊന്നും ശ്രദ്ധിക്കാതെ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന മണ്ടനെയും തിരിഞ്ഞു നോക്കിയപ്പോൾ പകച്ച് പണ്ടാരടങ്ങിയെന്ന് പറഞ്ഞാൽ പോരെ. ഞങ്ങളുടെ വീട്ടിൽ ആദ്യം അവിടെ നിന്ന് നിഷ്കരണം കുറ്റം പറയുന്ന മഠത്തിൽ വീട്ടിൽ കാർന്ന ഒരു സാമൂഹ്യം എന്ന ഞങ്ങളുടെ അപ്പൂസ് ആൻഡ് അങ്ങേരുടെ മകനും മരുമോനും പിന്നെ വേറൊരു അങ്കിളും. അപ്പൂസ് കലിപ്പാണെങ്കിൽ ബാക്കി മൂന്നാളും ഒരാക്കിച്ചിരിയാണ്. വെയിറ്റ് നോക്കൂ, അവിടെ മാത്രമല്ല ആക്കിച്ചിരി. ഇത്രയും നേരം കഥ കേട്ടോണ്ടെന്ന ആ കണവിനും അതേ എക്സ്പ്രഷനിൽ തന്നെയാ. കാരൻ അറിഞ്ഞോണ്ടായിരുന്നല്ലേ. പക്ഷെ ഇതുവല്ലോണ്ട് ഇവനറിയുന്നു. അവൻ എവിടെ വരെ എത്തി? കൊച്ചിന്റെ നൂലുകെട്ടായെന്നാവും. അല്ലല്ല, ഇപ്പോഴും അപ്പൂസിനെ പറ്റി പരദൂഷണം പറയുന്നയാ. ഇവനുള്ള കുഴി സ്വയം തോണ്ടുവാണല്ലോ കർത്താവേ. ചേട്ടായിക്കറിയോ ചേട്ടായി, അങ്ങനെ കുറിച്ച് പറയുകയാണെങ്കിൽ തീരില്ല. ഭയങ്കര ദുഷ്ടനാണ് ചേട്ടായി, ഭയങ്കര ദുഷ്ടൻ. കൊച്ചു കുഞ്ഞായിരുന്നപ്പോ അറിയാതെ പെട്ടിലൊന്നും മുള്ളിയപ്പോ അങ്ങേരുടെ ആ മറ്റേടുത്ത വാക്കിംഗ് സ്റ്റിക്ക് കൊണ്ട് എന്റെ പാട്ട് നോക്കി തന്ന ആളാണ്. കുട്ടികളായ ചിലപ്പോ മുള്ളിയെന്നും തൂറിയെന്നൊക്കെ വരും. എന്നിട്ടും ബന്ധത്തിന്റെ വില അറിയില്ല. ചേട്ടായിക്കറിയില്ല. പിന്നുണ്ടല്ലോ, ഇതിങ്ങനെ പോയാൽ ശരിയാവത്തില്ല, ഇടവെട്ടേ മതിയാവൂ. ആദുട്ടാ ചക്കരെ, അങ്ങനെയൊന്നും പറഞ്ഞൂടാ, പാപം കിട്ടൂടാ. ഒന്നുമില്ലേലും നമ്മുടെ അപ്പൂസല്ലേടാ. നീ ഒന്ന് പോവാനോ? ഞാൻ പറയട്ടെ, എന്റെ കോൺസെൻട്രേഷൻ പോണു, പ്ലീസ്. ഇവനിത് വേണ്ട അന്നു, അവൻ പറഞ്ഞോട്ടേന്നേ, ഞങ്ങൾക്കും കേക്കാലോ. സബാഷ് മോനെ ആദുട്ടാ, ഓൾ ദി ബെസ്റ്റ്. ആന്നേ, അങ്ങോട്ട് പറഞ്ഞു. അല്ല, ഈ വൃത്തിയോട്ട ശബ്ദം ഞാൻ എവിടെയോ എന്നും പറഞ്ഞ് ചക്കൻ തിരിഞ്ഞു നോക്കി. ഞെട്ടി നല്ല ഒന്നാന്തരം ഞെട്ടിയിട്ടുണ്ട്. ഈശ്വര, ഒരു കുളിച്ച് എന്നെ അതിലോട്ട് ഇങ്ങനെ എടുത്തിട്ട് വെക്കാൻ ആരുമില്ല ഇവിടെ. ആഹാ, അപ്പൂസെ പോന്നു. ആദ്യൊരു വളിച്ചുകളിയോടൊക്കെ ചോദിക്കുന്നു. ചോദിക്ക്, എന്നിട്ട് കിട്ടുന്ന ഒറ്റക്കം കൊണ്ട് മേടിക്ക്. ഷെയർ ഇടാൻ നമ്മളില്ലേ, എന്തിനാ വെറുതെ? ഞാൻ വന്നിട്ട് 10-60 കൊല്ലായടാ. അല്ല, അതൊക്കെ വീട്. ഇപ്പൊ ഇവിടെ നടന്ന എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞാ? അപ്പൂസ് പറഞ്ഞു. കൊണ്ടേട്ടൻ തേണ്ട എന്നെ നോക്കുന്നു. എന്തിന്? ഞാനെന്ത് പറയാനാ? ഞാനും അതും ദയനീയമായി പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ഞാൻ കണ്ണുകൊണ്ടും തലകൊണ്ടും പറയണ്ടേന്ന് അവനോട് ചോദിച്ചു. അവനാണെങ്കിൽ വേണമെന്നും വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിപ്പോ ഞാനെന്താ ചെയ്യാ? പറയാലേ. അത് അപ്പൂസേ പറ്റിച്ചേ, ഞങ്ങള് ചേട്ടായിയെ പ്രാങ്കിയതാ. അല്ലേ അന്നു? പ്രാങ്കിയതല്ലടി കോപ്പേ. പ്രാങ്ക് കേട്ടിട്ടില്ലേ? പ്രാങ്ക് അങ്ങനെ. അതെ, ജസ്റ്റ് ഫണ്ണ്. എന്റെ ആദുട്ട സമ്മതിച്ചടാ നിന്നെ. സിറ്റുവേഷനകത്ത് കഥ വരഞ്ഞുണ്ടാക്കാൻ എനിക്ക് കഴിയൂ. ഐ ആം പ്രൗഡ് ഓഫ് യു മൈ ബോയ്. പക്ഷെ അവനത് പറഞ്ഞു എല്ലാവരുടെയും നെറ്റി വിളിഞ്ഞു. എന്തിന്? അവനൊരില്ലാത്ത സത്യം പറഞ്ഞല്ലേ, അതിന് ഇങ്ങനെയൊക്കെ എക്സ്പ്രഷൻ ഉണ്ടോ? വീണ്ടും പക്ഷെ എവിടുന്നോ സംശയനോട്ടം വരുന്നില്ലേ എന്നൊരു സംശയം. ക്ലോ. സുരേഷ് തലയിരിച്ചു നോക്കി. ദേ മുറ്റത്തൊരു കൊണ്ടേട്ടൻ വിത്തേ കൂർപ്പിച്ച നോട്ടം. ഇതിനിപ്പോ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇങ്ങനെ നോക്കി ഞാനങ്ങ് പേടിച്ച് മുള്ളിപ്പോവില്ലോ. ഒന്ന് പോടാ പോ. പുച്ചിക്കു.
അയാളെ പൂതി നീയാൾ നോക്കുമ്പോഴേക്കും പേടിച്ചു പോകുന്നൊരു ഭീരുവാണെന്നാ. അങ്ങനെ വിടാൻ പാടില്ല എന്ന് മനസ്സിനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഒരു ലോഡ് അൾട്ടിമേറ്റ് പുച്ഛം. എന്നോടാ കളി. ഹൈ ഹൈ, എന്ത് രസം നിങ്ങൾ കാണുന്നുണ്ടോ എന്റെ പുച്ഛത്തിന്റെ എഫക്റ്റ്? ദാണ്ടെ കൊണ്ടേട്ടന്റെ മുഖമൊക്കെ ചവചകാതിരിക്കുന്നു. ഞാൻ പിന്നെ വേഗം നോട്ടം മാറ്റി. എന്തിനാ വെറുതെ എന്റെ തടി കേടാക്കുന്നത്? എന്തിനാ നിങ്ങൾ പ്രാങ്ങുന്നേ പപ്പ? ഓ, ഇവിടുത്തെ ചോദ്യോത്തര വേള കഴിഞ്ഞില്ല അല്ലേ? അത് പപ്പ, അത് പിന്നെ നീ എന്നാത്തിനാണ് ആ ചക്ക നിന്ന് വിറക്കുന്നേ? അതാ പൂസ തണുത്തിട്ടാ. ഞാനതങ്ങ് സോൾവ് ആക്കാന്ന് കരുതി പറഞ്ഞപ്പോൾ ദേവരുന്ന അടുത്ത ക്വസ്റ്റ്യൻ. ഇതെന്താ കോടീശ്വരൻ കളിക്കേ? ഈ നട്ടുച്ചക്ക് തണുക്കേ? ജേക്കബ് അങ്കിളാണ്. അങ്കിളും അതെന്താ നട്ടുച്ചക്ക് വറക്കാൻ പാടില്ല എന്നുണ്ടോ? അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കാതു. അതൊക്കെ വിട്ട് നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറ. പപ്പയോട് കർത്താവ് ചോദിക്കും. ഞങ്ങള് പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. അപ്പൊ അതിന്റെ ഫസ്റ്റ് വീഡിയോ തന്നെ അന്നുവിനെ കെട്ടാൻ പോകുന്ന ചേട്ടായിക്ക് ഒരു പ്രാങ്ക് ചെയ്യാന്ന് കരുതി. ക്യാപ്ഷൻ: അന്നുവിന്റെ കല്യാണം മുടക്കൽ. പ്രാങ്കിൽ ചേട്ടായി ഞെട്ടിയത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. എങ്ങനെയുണ്ട്? പൊളിയല്ലേ മുത്തേ? പൊളി. ഞാനവനെ എടാ ഭീകര എന്ന എക്സ്പ്രഷൻ ഇട്ട് നോക്കി. അവനില്ലാത്ത കോളറൊക്കെ പൊക്കി ഇതൊക്കെ എന്തെന്ന എക്സ്പ്രഷൻ ഇട്ട് എന്നെയും നോക്കി. പക്ഷെ ബാക്കിയുള്ളവർക്ക് എന്തോന്നറിയുന്ന പോലെയാണ് ഞങ്ങൾ നോക്കിയത്. കൊലാവാസനയില്ലാത്ത ബ്ലഡി ഗ്രാമവാസീസ്. മതി ചോദ്യം ചോദിക്കലൊക്കെ. മക്കളകത്തേക്ക് വാ, ഞാൻ കുടിക്കാനെടുക്കാം. ആരാ അത് ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ പറയുന്നു എന്ന് കരുതി നോക്കിയപ്പോഴുണ്ട് കൊണ്ടേട്ടൻ്റെ ഒരു ആൻറ്റി. ഞങ്ങളുടെ മമ്മയുടെ ഒക്കെ പ്രായമുള്ള പ്രസന്നമായ ചിരിയോടെ ഞങ്ങളെ വിളിച്ച്. ഇരിപ്പ് വശം നോക്കുകയാണെങ്കിൽ കൊണ്ടേട്ടൻ്റെ മമ്മ കണ്ടിട്ട് അങ്ങേരെ പോലെ തന്നെയുണ്ട്. അത് പറഞ്ഞപ്പോഴാ നിങ്ങൾക്ക് അങ്ങേരുടെ ഫാമിലി പരിചയപ്പെടുത്തി തന്നില്ലല്ലോ. ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുതരാവേ. കുരിശിങ്കൽ വീട്ടിൽ ജോൺസൺ സെലീന ദമ്പതികളുടെ മൂത്ത മോൻ അലക്സ് എന്ന നമ്മുടെ കൊണ്ടേട്ടൻ, പിന്നെയുള്ള അലീന മരിയ. ഇപ്പോൾ വന്നിട്ട് അങ്ങനെ ഒരാൾ ഇതുവരെ കണ്ടിട്ടില്ല. അല്ലാത്ത എല്ലാവരും മുറ്റത്ത് ഹാജർ വെച്ചു. കണ്ടുപിടിക്കാം, ഉള്ളിലേക്കല്ലേ പോകുന്നേ. എന്നാലും അവിടെ നാത്തൂനോട് വന്നെന്നറിഞ്ഞാ ഒന്ന് വന്നു നോക്കൂടെ? അങ്ങനെ സെലീന മമ്മി വിളിച്ചപ്പോൾ ഞങ്ങൾ വേഗം അവിടുന്ന് ഉള്ളിലേക്ക് സ്കൂട്ടായി. അവിടുന്ന് കഴിക്കലും കുടിക്കലും വർത്താനം പറച്ചിലും കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ വീടൊക്കെ ഒന്ന് ചുറ്റി കാണാൻ തുടങ്ങി. ഫസ്റ്റ് തന്നെ സ്റ്റെയർ കയറി മുകളിലേക്ക് പോയി. ആദ്യം അവിടെ. എന്തൊരു പാവാലേ അങ്ങയുടെ മമ്മി. നിന്നെ അങ്ങനെ കെട്ടിയ അമ്മായിമ്മ പോലും ഉണ്ടാവില്ല, അതുറപ്പാ. പക്ഷേ ഇവിടെ വേറൊരു സാധനം കൂടെ ഉണ്ടെന്ന് കേട്ടിട്ടില്ലേ? അങ്ങേരുടെ അനിയത്തി. അവളെങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. ചിലപ്പോൾ അവള് നാത്തൂമ്പോരെടുത്താലോ? കാര്യം നാക്കെടുത്ത് വളക്കാതെടാ. എനിക്ക് തോന്നണം അവളും പാവായിരിക്കുന്ന. അവൾക്ക് നമ്മുടെയൊക്കെ പ്രായം തന്നെയല്ലേ. ഞാൻ ആലോചിക്കായിരുന്നേ. എന്തുവാ? അല്ല, എന്നെ അങ്ങേര് കെട്ടിയാ നീ അങ്ങേരുടെ പെങ്ങളെയും കെട്ട്, എന്നാ അടിപൊളിയായിരിക്കും. അയ്യടാ, എനിക്കങ്ങ് വയ്യ ഇപ്പൊ തന്നെ കിട്ടാൻ. ഞാൻ കുറച്ചുകാരം കൂടി സിംഗിൾ ആയിട്ട് നടക്കട്ടെ. സിംഗിൾ പസംഗേ. ഞാൻ സിംഗിൾ ആയിട്ട് നടക്കുന്നതുകൊണ്ട് നീ കൊതിമൂത്ത് നടക്കണം, മനസ്സിലായ? എന്നിട്ട് ആലോചിക്കാൻ കെട്ടണോ വേണ്ടെന്നൊക്കെ. എനിക്ക് വേണ്ടി വേണ്ട, ഞാൻ നിർബന്ധിക്കുന്ന കരുതണ്ട. ആയിക്കോട്ടെ. അങ്ങനെ ഓരോന്നും പറഞ്ഞ് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആരോ വന്ന് വായ പൊത്തി ഇടുപ്പിലൂടെ കൈ ചുറ്റി എന്നെ എടുത്തുകൊണ്ട് റൂമിലേക്ക് കൊണ്ടുപോയത്. അയ്യോ എന്നെ ഇതേ പട്ടാപ്പകലാരും കിഡ്നാപ്പ് ചെയ്യുന്ന ആരെങ്കിലും ഓടി വരൂ. എടാ, അത് ആ കുന്തത്തെയും തലമുക്കി ബാക്കിലോട് നോക്കടാ തെണ്ടി. എടോ, അവനിതിൽ എന്നാ പെറ്റെടുക്കുക. ആരതൊക്കെ കണ്ടുപിടിച്ചെന്നാവോ? എല്ലാം വിളിച്ചു പോകുന്നുണ്ടെങ്കിലും ഒരു മൂളല്ലാതെ ഒന്നും പുറത്തേക്ക് വരുന്നില്ല. അതെന്താ അങ്ങനെയെന്ന് ചോദിക്കുകയാണെങ്കിൽ വായ ബുദ്ധി പിടിച്ച പിന്നെ എന്തുവാ വരിക? എന്തായാലും എന്നെ പൊക്കി റൂമിൽ കയറ്റി ചുമനോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. കർത്താവേ പടായോ. എന്റെ അത് പാവം എന്നെ കാണാനായിട്ട് അനാഥ പ്രേതം പോലെ അലഞ്ഞു തിരിയുന്നുണ്ടാവും. ഇവിടെ എന്റെ മുമ്പിൽ ഒരു നെഞ്ചു മാത്രമാണ് കാണുന്നത്. കർത്താവേ, തലയില്ലാത്ത പ്രേതം. നെഞ്ചിനോട് ചേർന്നൊരു കുരിശുമാല. ഹായ്, നല്ല രസമുണ്ട്. അതിങ്ങനെ അവിടെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന കാണാൻ. വരുന്നു ഈ തലയില്ലാത്ത ഭൂതം. ഇതെങ്ങോട്ടാ ഈ തള്ളിക്കയറി വരുന്നേ? അറിയാത്ത തല പൊക്കിയപ്പോൾ കൊണ്ടേട്ട മുമ്പിൽ. അപ്പൊ തലയുണ്ടല്ലേ? സത്യം പറഞ്ഞോ, നിങ്ങൾ കല്യാണം കൊടുക്കല്ലേ ഒന്ന്? ഞങ്ങളങ്ങനെ ചെയ്യോ? നിഷ്കളങ്കതയുടെ നിറകൂടാണ് ഞാൻ. സത്യം പറഞ്ഞോ? പിന്നെ വരുന്നു. സമ്മതിച്ചില്ലെങ്കിൽ എന്നെ ബാക്കിയിട്ടില്ല. പറയടി. ചെറുതായിട്ട്. പിന്നെന്തിനാടി അവരോട് കള്ളം പറഞ്ഞേ? ഇഷ്ടമുണ്ടായിട്ട്. എന്തോന്ന്? ഒന്നുമില്ല, വെറുതെ. താരന്ന് മാറിക്കേ, എനിക്ക് പോണം. അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ. ഈച്ചാൻ്റെ അന്നമ്മയോടൊന്ന് ചോദിക്കട്ടെ. ഈശ്വര, ഇതെന്താ അന്യനോ? ഈ ചിരിയാണല്ലോ മനുഷ്യന്റെ കൺട്രോള് കളയുന്നേ. എന്നതായാലും ഈച്ചാൻ കൊള്ളാം. ഇനി എന്തുവാ? അല്ല, എന്നിട്ട് നിങ്ങൾ കല്യാണം മുടക്കുന്നില്ലേ? മുടക്കണം. എന്തേ മുടക്കോ? ഇയാൾ ഇതും ചോദിച്ചിട്ട് എങ്ങോട്ടേ തള്ളിക്കയറി വന്ന്. നിങ്ങളുള്ള മനുഷ്യ പറഞ്ഞ മുടക്കുന്നു. കിടക്കട്ടേന്ന് മനുഷ്യനെ മെനക്കെടുത്താൻ. നീ മുടക്കൂടി. മുടക്കാം. മുടക്കണ്ടേ? മുടക്കണോ? മുടക്കുന്നില്ല സുല്ല്. അങ്ങനെ വഴിക്കുവാ. സമ്മതിച്ച് നിങ്ങളെ പേടിച്ചിട്ടൊന്നല്ലടാ കാല. ചോദിച്ച് ഞാനൊരു ഇഞ്ച് വ്യത്യാസമല്ല നിൽക്കുമ്പോ ഒരു കുളിര്. അല്ലാതെ ഒന്നുമല്ല.
അവളവിടെ നിന്ന് ആത്മദിക്കുമ്പോഴും അലക്സി അവളുടെ ഭാവമാറ്റെല്ലാം വീക്ഷിച്ചുകൊണ്ട് അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഇല്ല, അവളുണ്ടോ വല്ലോ അറിയുന്നു. ഒരു നിമിഷം അവന്റെ കണ്ണുകൾ അവളുടെ കഴുത്തിലെ നീലഞ്ഞരമ്പിലും അവളുടെ ചോര ചുണ്ടുകളിലേക്ക് നീങ്ങി. അവന് സ്വയം നഷ്ടപ്പെടുന്ന പോലെ തോന്നി. അതിനനുസരിച്ച് അവന്റെ മുഖം അവളിലേക്ക് അടുക്കാൻ തുടങ്ങി. കർത്താവേ, ചേട്ടൻ വേറെ മൂഡിലാണെന്ന് തോന്നുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.